ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെ വഞ്ചിയൂർ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. അവിടെ SFI പ്രവർത്തകർ പ്രതിഷേധിക്കാനായി കാത്തുനിൽക്കുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക്. TV പ്രസാദ് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. പ്രസാദ്, ഇതാ SFI പ്രവർത്തകർ കാത്തുനിൽക്കുന്നു. ടി.ജി. മോഹൻദാസ് അല്പസമയത്തിനകം അവിടേക്ക് എത്തും. കരിങ്കൊടി പ്രതിഷേധമാണോ ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ ടി.ജി. മോഹൻദാസിനെ അനുകൂലിക്കുന്ന സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട ആരെങ്കിലും ആ പ്രദേശത്തുണ്ടോ? ഷിഹാസെ, ഇവിടെ ഇപ്പോൾ പ്രതിഷേധിക്കാൻ വേണ്ടി SFI പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. പോലീസുണ്ട്. അല്പസമയത്തിനകം തന്നെ ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇവിടേക്ക് വഞ്ചിയൂർ കോടതിയിലേക്ക് എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധിക്കാൻ വേണ്ടിയുള്ള SFI പ്രവർത്തകർ ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. പ്ലക്കാർഡും അതുപോലെ തന്നെ കൊടികളുമൊക്കെ ആയിട്ടാണ് SFI പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. മറുഭാഗത്ത് പോലീസ് സംഘമുണ്ട്. അല്പസമയത്തിനകം തന്നെ ടി.ജെ. മോഹൻദാസിനെ ഇവിടെ കോടതിക്കകത്തേക്ക് ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് എറണാകുളം മട്ടാഞ്ചേരിയിലെ വീട്ടിൽ വെച്ച് ടി.ജി. മോഹൻദാസിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് പുലർച്ചെ 1:30 ഇവിടെ എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി ഹാജരാക്കിയതാ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഷിഹാസെ, ടി.ജി. മോഹൻദാസിനെ ഹാജരാക്കുകയാണ്. ടി.ജി. മോഹൻദാസിനെ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കുന്ന SFIയുടെ പ്രതിഷേധം. പ്രസാദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രസാദ്, മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് SFI പ്രവർത്തകർ. അവർ ചില എഴുത്തുകളും ചില പോസ്റ്ററുകളും ഒക്കെ ഉയർത്തി കാണിച്ചിരുന്നു. അതിൽ എന്താണ് എഴുതിയിരുന്നത്? വർഗീയവാദം തുലയട്ടെ എന്നുള്ളതാണ് മുദ്രാവാക്യം. അതോടെ സമയത്തിന് തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. ഇനിയിപ്പോൾ ഏറെ നിർണായകമായ സമയമാണ്. റിമാൻഡാണോ അതോ ജാമ്യമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം എത്ര സമയത്തിനുള്ളിൽ അറിയാൻ കഴിയും? പ്രസാദ്, ഷിഹാസെ, വർഗീയവാദികൾക്ക് കേരളത്തിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. SFI പ്രവർത്തകർ ചേരുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം? സ്വാഭാവികമായിട്ടും അയാൾ നേരത്തെ ഡൽഹിയിൽ നടന്ന വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ നിരവധിയായിട്ടുള്ള സമരങ്ങൾ ചെയ്തു. ആ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനയാണ് ഇദ്ദേഹം ചെയ്തത്. വൈകിയാണെങ്കിലും കേരള പോലീസിന്റെ ഒരു ബിഗ് സല്യൂട്ട് SFI നൽകുകയാണ്. കാര്യം ഇങ്ങനെയുള്ള വർഗീയവാദികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ എത്തിക്കണം. ഇങ്ങനെയുള്ള ആളുകൾ എത്തിക്കണം. ബാക്കി നടപടികൾ എന്താണെന്ന് കോടതി തീരുമാനിക്കട്ടെ. പോലീസിനെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും. മറ്റു കാര്യം ഇങ്ങനെയുള്ള വർഗീയവാദികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിനെ സ്വാഭാവികമായിട്ട് നമ്മൾ അഭിനന്ദിക്കണമല്ലോ. ഇനി ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയും കേരളത്തിനകത്തുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഈ പറഞ്ഞ പോലെ തന്നെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. പോലീസ് തയ്യാറാവണം. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ വെടിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ ജനാധിപത്യ നാടിനകത്ത് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അങ്ങനെ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളെ വെടിവെക്കാൻ വേണ്ടി ഒരാൾ പറയുകയാണ്. ആ ആളെ പൂജിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം. അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമായി SFI വന്നത്. ഇനിയും ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമായി നമ്മൾ എല്ലാ കാലത്തും മുന്നിലുണ്ടാവും എന്നുള്ളതും കൂടെ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. SFI ആണ് സമരത്തിന് നേതൃത്വം നൽകിയവരാണ്. അതായത് വർഗീയവാദികൾക്ക് കേരളത്തിൽ സ്ഥാനമില്ല എന്ന പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ടാണ് അവരുടെ പ്രതിഷേധം ഉണ്ടായത്. അവരിപ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. അകത്ത് കോടതി നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. വഞ്ചിയൂർ കോടതിയുടെ പുറത്താണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കരിങ്കൊടിയും പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു SFI പ്രവർത്തകർ രാഷ്ട്രീയ വേർതിരിവില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരള പോലീസിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഷിഹാസ് ആ ചോദ്യം ഒന്നുകൂടി ചോദിച്ചത്. കേരള പോലീസിനെ അഭിനന്ദിക്കുകയാണോ എന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ്. കേരള പോലീസിനെ അഭിനന്ദിക്കുകയാണ്. ഉറപ്പായും ഇത്തരം വർഗീയവാദികളെ പിടികൂടണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വർത്തമാനം പറയുന്നവർക്കെതിരെ പ്രതിഷേധമുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് കോടതിക്ക് മുന്നിൽ പ്രതിഷേധിക്കാൻ തയ്യാറായതെന്നും SFI പ്രവർത്തകർ പറയുകയുണ്ടായി. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സൈബർ പോലീസ് കൊച്ചിയിലെത്തി ടി.ജി. മോഹൻദാസിനെ പിടികൂടുന്നത്. നമുക്കറിയാവുന്നതുപോലെ ജൂലൈ മാസം 29-ാം തീയതി FIR രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും 11 ദിവസം ആ FIR-ന് മുകളിൽ അടയിരിക്കുകയായിരുന്നു
കേരള പോലീസ് ഇത്രയും വിഷലിപ്തമായ പ്രയോഗങ്ങൾ നടത്തിയിട്ടും സ്ത്രീകളെ ഇത്ര മോശമായ രീതിയിലുള്ള പദങ്ങൾ ഉപയോഗിച്ച് മോശമാക്കിയിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. വിവിധ പരാതികൾ വന്നതുകൊണ്ട് FIR എടുത്തു. പിന്നീട് 11 ദിവസം ഒന്നും ചെയ്തില്ല. പിന്നാലെ ഇന്നലെ അർജുൻ നായങ്കിയുടെ അറസ്റ്റിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള വിമർശനം കേരള പോലീസിന് ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെത്തി കസ്റ്റഡിയിലെടുക്കുന്നതും ഇന്ന് പുലർച്ചെ 1:30 തിരുവനന്തപുരത്ത് സൈബർ ക്രൈമിന്റെ ആസ്ഥാനമായ ട്രെയിനിങ് കോളേജിലേക്ക് എത്തിക്കുന്നതും തുടർന്നിതാ ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് സമയം 2:45 കഴിയുമ്പോൾ വഞ്ചിയൂരെ കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുമ്പ് ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ ഒരൊറ്റ അക്ഷരം TG മോഹൻദാസ് ഈ സമയം വരെ പറഞ്ഞില്ല എന്നുള്ളതാണ്. കൊച്ചിയിലെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ, തിരുവനന്തപുരത്ത് നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ, തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പുറത്തേക്കിറങ്ങുമ്പോൾ, കോടതിയിലേക്ക് പോകുമ്പോൾ, വൈദ്യപരിശോധനയ്ക്ക് വരുമ്പോൾ ഒരക്ഷരം ഇതിനെക്കുറിച്ച് പറയാൻ TG മോഹൻദാസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊന്നും TG മോഹൻദാസ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പോലീസ് കോടതിയിൽ എത്തിയിരിക്കുകയാണ്. വഞ്ചൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ ഹാജരാക്കിയിട്ടുള്ളത്. പോലീസ് എന്നാണെങ്കിലും കസ്റ്റഡി ആവശ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.